Hello dear students, welcome to Physics by Grace YouTube channel. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ് 12 ഫിസിക്സിലെ 4th ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിലെ ആംപിയേഴ്സ് ലോ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്റർ NCERT സ്റ്റാർട്ട് ചെയ്യുന്ന ആംപിയേഴ്സ് ലോയിലല്ല, ബയോട്ട്-സാവർട്ട് ലോയിലാണ്. ഞാൻ പിന്നീടുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആംപിയേഴ്സ് ലോ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആംപിയേഴ്സ് ലോ അതിൻ്റെ ഒരു അപ്ലിക്കേഷന് നമുക്ക് ഡെറിവേഷനായിട്ട് ചെയ്യാനുണ്ട്. ഒരു സ്ട്രെയിറ്റ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഡെറിവേഷനായിട്ട് ചെയ്യാനുണ്ട്. ഫസ്റ്റ് നമുക്ക് ആംപിയേഴ്സ് ലോ എന്താ നോക്കാം, എന്നിട്ട് ആപ്ലിക്കേഷൻ ചെയ്യാം. ഈ ആംപിയേഴ്സ് ലോയുടെ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ആംപിയേഴ്സ് ലോ എന്താണ് എന്നുള്ളത് ആദ്യം നമുക്ക് പറയാം. ആംപിയേഴ്സ് ലോ ഈസ് അനാലഗസ് ടു ഗോസസ് ലോ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഗോസസ് ലോ പറയുന്നുണ്ട്. ഗോസസ് ലോ പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ സർഫസ് ഇൻ്റഗ്രൽ 1/ε0 ടൈംസ് ചാർജാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ സർഫസ് ഇൻ്റഗ്രൽ നമ്മൾ എങ്ങനെ എഴുതാം, അതിന് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയാം അല്ലേ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ സർഫസ് ഇൻ്റഗ്രൽ നമ്മൾ എന്താ പറയുക, ഇലക്ട്രിക് ഫ്ലക്സ്. അത് 1/ε0 ടൈംസ് ചാർജാന്ന് പറയുന്നു. ഇതേപോലെ തന്നെയാണ് ആംപിയേഴ്സ് ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആംപിയേഴ്സ് ലോ ഈസ് അനാലഗസ് ടു ഓർ വെരി സിമിലർ ടു ഗോസസ് ലോ. ഫസ്റ്റ് ചാപ്റ്ററിൽ ഗോസസ് ലോയുടെ പകരം ഈ ചാപ്റ്ററിൽ വരുന്നതാണ് ആംപിയേഴ്സ് ലോ. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചിട്ട് അതിന് വളരെ അനാലഗസ് ആയിട്ടാണ് നമ്മൾ ഏത് പഠിക്കുന്നത്, മാഗ്നറ്റിസം പഠിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിന് അനാലഗസ് ആയിട്ടാണ് മാഗ്നറ്റിസം പഠിക്കുന്നത്. അപ്പം അവിടെ കൂളംസ് ലോ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കൂളംസ് ലോ ഉണ്ട്. അതിന് പകരം ഇവിടെ ബയോട്ട്-സാവർട്ട് ലോ ഉണ്ട്. ഓക്കെ, ബയോട്ട്-സാവർട്ട് ലോ ഞാൻ പിന്നീട് ഒരു ലെക്ചറിൽ പറയാം. അതേപോലെ അവിടെ ഗോസസ് ലോ ഉണ്ട്, അതിന് പകരം ഇവിടെ ആംപിയേഴ്സ് ലോ ഉണ്ട്. അപ്പോൾ ഗോസസ് ലോ എന്താ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ സർഫസ് ഇൻ്റഗ്രൽ. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുക. ഇലക്ട്രിക് ഫ്ലക്സ് അത് ഏതിന് ഈക്വലാണ്, 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡിന് ഈക്വലാണ്. ഇതാണ് ഗോസസ് ലോ. മനസ്സിലായി? അപ്പോൾ ഇനി ഞാൻ ആംപിയേഴ്സ് ലോയ്ക്ക് വരാം. എന്താ ആംപിയേഴ്സ് ലോ എഴുതിയിട്ട് നോക്കൂ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ എന്താണ്, ദ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ബി എന്ന് കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ് കേട്ടോ. ലൈൻ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ 1/ε0 പകരം മാഗ്നറ്റിക്സിൽ വരുന്ന കോൺസ്റ്റന്റ് ആണ് μ0. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയാം. അതിൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ ബയോട്ട്-സാവർട്ട് ലോയിൽ കാണുന്നതാണ്. എങ്കിലും ഞാനിവിടെ എഴുതാം, കറണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ആംപിയേഴ്സ് ലോ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇൻ്റഗ്രൽ μ0 ടൈംസ് കറണ്ട് എൻക്ലോസ്ഡ് ആണ്. മനസ്സിലായ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം, എങ്കിലും നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ തന്നെ പഠിക്കാം. നിങ്ങൾക്ക് നോട്ട്സ് വേണ്ടവർക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം. ഈ ലെഫ്റ്റ് സൈഡിൽ ഞാൻ കറക്റ്റായിട്ട് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, എല്ലാ പേജിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൽ നോട്ട് കിട്ടും, പരീക്ഷയ്ക്ക് എഴുതാൻ നോട്ട് കിട്ടും. അത് റൈറ്റ് സൈഡിൽ ഞാൻ പാരലായിട്ടെല്ലാം എഴുതി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതി ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇൻ്റഗ്രൽ μ0 ടൈംസ് കറണ്ട് എൻക്ലോസ്ഡ് ആണ്. അപ്പോൾ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ സ്റ്റേറ്റ്സ് ദാറ്റ്, ആംപിയേഴ്സ് ലോ എന്ന് പറഞ്ഞാലും മതി, ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്ന് പറയാറുണ്ട്. states that the line integral of magnetic field over a closed path is equal to μ0 times the total current enclosed by the path. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു കണ്ടക്റ്റിംഗ് വയർ ഉണ്ട്. കണ്ടക്റ്റിംഗ് വയർ നിങ്ങൾക്ക് കാണാനുണ്ട്. ഞാൻ ഇവിടെ വരയ്ക്കാം. കണ്ടക്റ്റിംഗ് വയർ, അതിൽ കൂടെ ഒരു കറണ്ട് ഒഴുകുന്നുണ്ട്. നമ്മൾ അതിന് ചുറ്റും ഒരു ലൂപ്പ് എടുക്കുകയാണ്. ഇത് ഗോസസ് ലോയിൽ പറയുന്നില്ലേ, നമ്മൾ ഗോസിയൻ സർഫസ് എന്ന് പറയില്ലേ, അതേപോലെ ആംപിയേഴ്സ് ലോയിൽ പറയുന്ന ഒരു ഇമാജിനറി ലൂപ്പാണ്. നമ്മൾ ഗോസിയൻ സർഫസ് പഠിച്ചപ്പോൾ അവിടെ പഠിച്ചു അത് ഇമാജിനറി ആണെന്ന് പഠിച്ചു, സാങ്കല്പികമാണെന്ന് പഠിച്ചു. അതുപോലെ ഇതിനെ നമ്മൾ ആംപീരിയൻ ലൂപ്പ് എന്ന് വിളിക്കാം. ആംപീരിയൻ ലൂപ്പ് ഇത് നമ്മൾ സങ്കല്പിച്ചതാണ്, റിയൽ അല്ല. റിയൽ ആയിട്ടുള്ളത് കറണ്ട് ഒഴുകുന്ന വയർ അവിടെയുണ്ട്. അപ്പോൾ അതിന് ചുറ്റും ഈ ലൂപ്പിൽ കൂടെയുള്ള ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്കത് ഇത്രയേ ഉള്ളൂ. ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഇത് ഈ ലൂപ്പിനെ നമ്മൾ കുറേ ചെറിയ സെഗ്മെൻറ്റുകളായിട്ട് തിരിക്കുകയാണ്, കുറേ എലമെൻറ്റുകളായിട്ട് തിരിക്കുകയാണ്. മനസ്സിലായോ? അതിൽ ഒരു എലമെൻ്റാണ് DL. അപ്പോൾ ഓരോ DLലും നമ്മൾ മാഗ്നറ്റിക് ഫീൽഡും DLലും തമ്മിൽ പ്രൊഡക്റ്റ് എടുക്കുകയാണ്. അതാണ് B.dl. ഓരോ DLലും നമ്മൾ എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡും അവിടെ ആ DLലുള്ള മാഗ്നറ്റിക് ഫീൽഡും
ഡി എല്ലും തമ്മിലുള്ള പ്രൊഡക്റ്റ്. ഡി എൽ എന്താ? എലമെൻ്ററി ലെങ്ത്ത്, മനസ്സിലായ? ചെറിയ ലെങ്ത്തിൻ്റെ എലമെൻറ്റ്. പ്രൊഡക്റ്റ് എടുക്കുകയാണ്, എന്നിട്ട് അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. ഈ മൊത്തം ലൂപ്പിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന പറയണേ? μ0 ഇൻറ്റു കറണ്ട് എൻക്ലോസ്ഡ് കിട്ടും. ഇതിൻ്റെ ഉള്ളിക്കൂടെ പോകുന്ന കറണ്ട്, ഇപ്പോൾ പുറത്തൊരു കറണ്ട് പോകുന്നുണ്ട് എന്നായിരിക്കും, ഇപ്പോൾ 2i അല്ലേ, കറണ്ട് പുറത്ത് പോകുന്നുണ്ട്. അത് എടുക്കാൻ പറ്റില്ല നമുക്ക്. ഈ ലൂപ്പിൻ്റെ ഉള്ളിലുള്ള കറണ്ട് എടുക്കണം. ഉള്ളിൽ വേറൊരു കറണ്ട് കൂടി ഉണ്ടെന്നായിരിക്കുമോ? അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഒരു കറണ്ട് കൂടി ഉള്ളിൽ കൂടെ കടന്നുകൊണ്ട് വേറൊരു 2i കൂടി ഉണ്ട്. അപ്പോൾ ടോട്ടൽ കറണ്ട് 2i + i 3i ആവും. ഇവിടെ നമ്മൾ എഴുതുമ്പോൾ 3i ആവും. മനസ്സിലായോ? അപ്പോൾ എന്താ ആംബിയൻസ്? ഒരു ലൂപ്പിൽ കൂടെയുള്ള ഇത് ലൂപ്പ് എന്താ? ലൂപ്പ് നമ്മൾ സങ്കല്പിക്കുന്നതാണ്, ഇമാജിനറി ആയിട്ടുള്ള ലൂപ്പാണ്. ഈ ലൂപ്പിൽ കൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻ ഇൻ്റഗ്രൽ എത്രയാണ്? ഈ ക്ലോസ്ഡ് ലൂപ്പിൽ കൂടെയുള്ള, ക്ലോസ്ഡ് ലൂപ്പ് എന്നോ ക്ലോസ്ഡ് പാത്ത് എന്നോ വിളിക്കാം. ഇവിടെ പറഞ്ഞിരിക്കേണ്ട ക്ലോസ്ഡ് പാത്ത്. ഓക്കെ, ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയാം, ക്ലോസ്ഡ് പാത്ത്. അപ്പോൾ ഈ ലൂപ്പിൽ കൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇൻ്റഗ്രൽ എന്താണ്? μ0 ടൈംസ് ദ കറണ്ട് എൻക്ലോസ്ഡ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളിവിടെ പഠിക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നും, ഇതെന്താണ് കാണിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇൻ്റഗ്രൽ വേറൊരു സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സർഫസ് ഇൻ്റഗ്രൽ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിച്ചോല്ലോ അല്ലേ? അങ്ങനെ ഒരു പേരിട്ടൊന്നുമില്ല. ഇവിടെ ഇതിൻ്റെ പേര് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് മാത്രമാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആംബിയസ് ലോ പഠിച്ചു. എന്താ ആംബിയസ് ലോ? ഇതാ താഴെ കാണുന്നു, ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദ കറണ്ട് എൻക്ലോസ്ഡ്. μ0യുടെ വാല്യൂ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം. μ0യുടെ വാല്യൂ, μ0 എന്താണ്? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. μ0 ഉദ്ദേശിക്കുന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്, അല്ലെങ്കിൽ വാക്വം. എയർ ആയാലും അതേ പെർമിയബിലിറ്റി തന്നെയാണ് പറയാം. μ0യുടെ വാല്യൂ എത്രയാണെന്ന് അറിയാം? 4π × 10⁻⁻⁷ ആണ്. അപ്പോൾ μ0 എന്നുള്ളത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ 1/0ക്ക് പകരം മാഗ്നറ്റിക്സിലേക്ക് വരുമ്പോൾ μ0 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ആംബിയസ് ലോ ഇസ് അനാലഗസ് ടു ഗോസസ് ലോ. ആംബിയസ് ലോ ഇസ് അനാലഗസ് ടു ഗോസസ് ലോ. അപ്പോൾ പഠിക്കണം, ആംബിയസ് ലോ ഇസ് അനാലഗസ് ടു ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതിന് പകരം വരുന്നതാണ്, ഗോസസ് ലോയ്ക്ക് പകരം വരുന്നതാണ്. മനസ്സിലായി? ആംബിയസ് ലോ. അതുപോലെ μ0ക്ക് പകരം 1/0ക്ക് പകരമാണ് μ0 വരുന്നത്. ഇതിൻ്റെ μ0യുടെ യൂണിറ്റ് എഴുതുകയാണെങ്കിൽ ടെസ്ല m/A. എന്താ ഈ ടെസ്ല എന്നുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് SI യൂണിറ്റ് ആണ്. ടെസ്ല SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുന്ന ടെസ്ല എന്നുള്ള യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആംബിയസ് ലോ പഠിച്ചു. എന്താ ആംബിയസ് ലോ? ഒരു ക്ലോസ്ഡ് പാത്തിൽ കൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇൻ്റഗ്രൽ എത്രയാണ്? μ0 ടൈംസ് കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്താണ് അല്ലേ? ഇനി ഒന്ന് പറഞ്ഞു നോക്കൂ. ആംബിയസ് സർക്യൂട്ടൽ ലോ അല്ലെങ്കിൽ ആംബിയസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് പാത്ത് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇൻ്റഗ്രൽ μ0 ടൈംസ് ദ കറണ്ട് എൻക്ലോസ്ഡ് ആണ്. പുറത്തുള്ള കറണ്ട് ഒന്നും എടുക്കരുത്, ആ ലൂപ്പിൻ്റെ ഉള്ളിലുള്ള കറണ്ടുകൾ മാത്രം എടുക്കണം. ഓക്കെ, ഇനി കറണ്ട് ഓപ്പോസിറ്റ് ആണെങ്കിലോ? ഈ ലൂപ്പിൽ കൂടെ ഇങ്ങനെ ഒരു കറണ്ട് പോകുന്നുണ്ടെങ്കിലോ? വിചാരിക്കുക, ഇവിടെ ഒരു 2i കറണ്ട് താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യണം. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? μ0 ടൈംസ് മുകളിലേക്കുള്ളത് പോസിറ്റീവായിട്ട് എടുത്തോ, താഴേക്കുള്ളത് നെഗറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ 2. അപ്പം -μ0 ആയിന്ന് കിട്ടുക, നെഗറ്റീവായിട്ട് കിട്ടും. ലൈൻ ഇൻ്റഗ്രൽ നെഗറ്റീവായിട്ട് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള കറണ്ടുകൾ മൊത്തം കറണ്ട് എടുക്കണം. ഓക്കെ, ഓപ്പോസിറ്റ് ആണെങ്കിൽ മൈനസ് സൈൻ എടുക്കണം. നിങ്ങൾക്ക് ക്ലിയർ ആയില്ല? ഇതിൽ നിങ്ങൾക്ക് യാതൊരു സംശയമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് നിങ്ങൾ കറക്റ്റ് നോട്ടായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക, കൃത്യമായിട്ട് എഴുതി വയ്ക്കുക കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, ആംബിയസ് ലോ കിട്ടി. ഇനി ആംബിയസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? നമുക്ക് ആപ്ലിക്കേഷൻസ് 3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ഈ ആപ്ലിക്കേഷനെ പറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിപ്പോൾ ടൊറോയിഡ് പഠിക്കണ്ട.
ടോറോയിഡ് പഠിക്കണം. പിന്നെ നമ്മൾ ഇത് രണ്ടുമാണ് പഠിക്കേണ്ടത്. ഇനി ആദ്യത്തെ അപ്ലിക്കേഷൻ എ സ്ട്രെയിറ്റ് ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്റ്റിംഗ് വയർ, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്റ്റിംഗ് വയർ. അത് നമുക്ക് ഡെറിവേഷൻ ഉണ്ട്, ഡെറിവേഷൻ പഠിക്കണം. ഡെറിവേഷൻ പഠിക്കണം, മനസ്സിലായോ? ഇതിന് ഡെറിവേഷൻ വേണ്ട, കൃത്യമായിട്ട് സിലബസിൽ എഴുതിയിട്ട് നോ ഡെറിവേഷൻ ഇസ് റിക്വയർഡ്. ഡെറിവേഷൻ വേണ്ട, ഇതിൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് ഇൻഫിനിറ്റ് കറണ്ട് ക്യാരിങ് വയർ. ഒരു സ്ട്രെയിറ്റ് വയർ കൊണ്ട്, ഞാൻ നോട്ട്സ് ലെഫ്റ്റ് സൈഡിലുണ്ട്, പക്ഷെ ഞാൻ കൃത്യമായിട്ട് അത് ചെയ്യുകയാണ്. റൈറ്റ് സൈഡിൽ ഞാനത് കൃത്യമായിട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇതാ ഒരു ഇൻഫിനിറ്റ് ലോങ് ആയിട്ടുള്ള വയർ. ഇൻഫിനിറ്റ് ലോങ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നീളമുണ്ടെന്ന് അർത്ഥമുള്ളൂ. അത് ഇൻഫിനിറ്റ് ലോങ് എന്നുള്ള കൺസെപ്റ്റ് എന്താ? നമ്മൾ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, നമ്മൾ എവിടെയാണ് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്? ഈ പോയിന്റ് ആണെന്നിരിക്കും. ഈ പോയിന്റിലേക്കുള്ള ദൂരം ഉണ്ടല്ലോ 6, അതിനെ വെച്ച് നോക്കുമ്പോൾ നല്ല നീളം ഉണ്ടായിരിക്കണം. ഇപ്പം ഈ 6 1 സെൻറ്റിമീറ്റർ ആണെന്നിരിക്കും. ഈ വയറിൻ്റെ ലെങ്ത്ത് 1 മീറ്റർ ആണെങ്കിൽ ഓക്കെ, അത് ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. കാരണം ഈ 1 സെൻറ്റിമീറ്റർ വെച്ച് നോക്കുമ്പോൾ 1 മീറ്റർ ഭയങ്കര വലുതാണ്. 1 മീറ്റർ എന്നുള്ള 100 സെൻറ്റിമീറ്റർ ആണ്. ഇറ്റ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ദിസ് ആർ. അപ്പോൾ ശരിക്കും ഈ കണ്ടക്ടിങ് വയറിൻ്റെ ലെങ്ത്ത് ഇറ്റ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ആർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇൻഫിനിറ്റ്ലി ലോങ് എന്ന് പറഞ്ഞാൽ, അല്ലാതെ ഇൻഫിനിറ്റി വരെ എത്തുന്നു എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. എവിടെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്? ഒരു പോയിന്റ് പി. ആ പോയിന്റ് ഈ വയറിന്ന് ആർ ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പോൾ ഇവിടെ ആംബിയസ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം, ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ഷോർട്ട് ഫോമിൽ എഴുതിയേക്കാണ് കേട്ടോ. ഡ്യൂ ടു ദ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് വയർ അറ്റ് എ പോയിന്റ് പി ഡിസ്റ്റൻറ്റ് ആർ ഫ്രം ദ കണ്ടക്ടർ, ഇമാജിൻ ആൻ ആംപീരിയൽ ലൂപ്പ് ഓഫ് റേഡിയസ് ആർ. അപ്പോൾ ആർ ഡിസ്റ്റൻസ് അകലെ പി എന്നുള്ള പോയിന്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യണം? വി ഹാവ് ടു ഇമാജിൻ ആൻ ആംപീരിയൽ ലൂപ്പ് ഓഫ് റേഡിയസ് ആർ. ഒരു ആംപീരിയൽ ലൂപ്പ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ഒരു ആംപീരിയൽ ലൂപ്പ്. എന്താ ആംപീരിയൽ ലൂപ്പ്? ഇറ്റ് ഇസ് ആൻ ഇമാജിനറി ലൂപ്പ് അറൗണ്ട് കറണ്ട് ക്യാരിങ് വയർ. ഒരു കറണ്ട് ക്യാരിങ് വയറിന് ചുറ്റും എടുക്കുന്ന ഇമാജിനറി ലൂപ്പാണ്. അപ്പോൾ നമ്മളൊരു ആംപീരിയൽ ലൂപ്പ് സങ്കല്പിക്കുക. ആംപീരിയൽ ലൂപ്പ് സങ്കല്പിക്കുക. ഇവിടെ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആംപീരിയൽ ലൂപ്പ് എന്നുള്ള സർക്കുലർ ലൂപ്പ് തന്നെയാണ്. സർക്കിൾ എടുത്താൽ മാത്രമാണ് ഈ വയറിന്, ഈ സർക്കിളിൻ്റെ പ്രത്യേകത എന്താ? ഇതൊന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ കിട്ടും. ഈ ലൂപ്പ് ഈക്വൽ ഡിസ്റ്റൻസിൽ കിട്ടും. നമുക്കൊരു സ്ക്വയർ ലൂപ്പോ റെക്ടാങ്കുലർ ലൂപ്പോ ഒന്നും എടുക്കാൻ പറ്റില്ല. സർക്കിൾ എടുത്താൽ മാത്രമാണ് ഈ ഡിസ്റ്റൻസ് എല്ലാ ഭാഗത്തേക്കും സെയിം ആയിരിക്കും. ഇതൊക്കെ ആറായിരിക്കും. മനസ്സിലായി? അതുകൊണ്ടാണ് സർക്കിൾ എടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സർക്കിൾ എടുക്കാനുള്ള കാരണം എന്തുകൊണ്ട് സർക്കിൾ എടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ലൂപ്പ് എടുത്തു. ഇനി ഈ ലൂപ്പിൽ കൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ലൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. ആംബിയസ് ലോ അപ്ലൈ ചെയ്താൽ നമ്മൾ ചെയ്യുന്നത് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ എക്സ്പാൻഷൻ അറിയാം. എന്താ എ ഡോട്ട് ബിയുടെ എക്സ്പാൻഷൻ എന്താ? നമ്മൾ 11th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എ ഡോട്ട് ബിയുടെ എക്സ്പാൻഷൻ എന്താ? എ ബി കോസ് തീറ്റ. എ ബി കോസ് തീറ്റ. അപ്പോൾ ഇവിടെ എന്താ വരിക? എ ബി കോസ് തീറ്റ എന്ന് വരും. കോസ് തീറ്റ അല്ലേ? ഇവിടെ നോക്കൂ, തീറ്റ എന്നുള്ളത് ഈ തീറ്റ എത്രയാണ്? കോസ് തീറ്റ. ഇവിടെ തീറ്റ എത്രയാണ് അത് നോക്കണം. നമ്മൾ ഇവിടെ ഈസ്റ്റേഴ്സ് എക്സ്പെരിമെന്റ്സ് നമ്മൾ NCERT-യിൽ ആദ്യം പഠിക്കുന്നുണ്ട്. ഈസ്റ്റേഡ് പറയുന്നത് എന്താ അറിയോ? ഈസ്റ്റേഡ് പറയുന്നത് എത്ര ഉള്ളൂ? ഈസ്റ്റേഡ് കണ്ടെത്തിയതെന്ന് വെച്ചാൽ, ഞാൻ ഈസ്റ്റേഡ് എന്ന് പറയുമ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ സ്പെല്ലിങ്, ആ സയൻറ്റിസ്റ്റിൻ്റെ. മനസ്സിലായി? ചിലർ ഓസ്റ്റഡ് എന്ന് വായിക്കാറുണ്ട്, പക്ഷേ അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഈസ്റ്റേഡ് എന്നാണ്. ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റേഡ്. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെന്റ് അദ്ദേഹം എന്താ കണ്ടുപിടിച്ചത്? ഒരു കറണ്ട് ഒഴുകുന്ന വയറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ദർ ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിങ് വയർ. ആ സെന്റൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താ ഈസ്റ്റേഡ്സ് ഡിസ്കവറി? ദർ ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിങ് വയർ. ആ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാ? ആ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ സർക്കിൾ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. ഇങ്ങനെയാണ്. എന്താ? ഇങ്ങനെയാണ് ആ മാഗ്നറ്റിക് ഫീൽഡ്. സർക്കിൾ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ഇങ്ങനെ ലൂപ്പ് ചെയ്യുക. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ലൂപ്പുകൾ ഫോം ചെയ്യില്ല. നിങ്ങൾ പ്രോപ്പർട്ടി പഠിച്ച് ഓർമ്മയുണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്സേ ഫോം ചെയ്യുള്ളൂ. മനസ്സിലായി? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും തമ്മിലൊരു വ്യത്യാസം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്,
ബട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കും, ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈസ്റ്ററിൻ്റെ ഡിസ്കവറിയിൽ തന്നെ നമുക്കറിയാം ഒരു വയറിൽ കൂടെ കറണ്ട് ഒഴുകുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും ഇങ്ങനെ സർക്കുലറായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇവിടെ നിങ്ങളൊരു ഡി എൽ എടുക്കും, എക്സാമ്പിൾ ഒരു ഡി എൽ എടുക്കും, ഒരു ഡി എൽ എടുത്തു. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ. നിങ്ങൾ എടുത്ത ഡി എല്ലിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡും ഡി എല്ലിൻ്റെ അതേ ഡയറക്ഷനിലാണ്. നിങ്ങൾ വേറൊരു ഡി എൽ എടുക്കൂ, ഇവിടെ എടുക്കൂ, വേറൊരു ഡി എൽ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ എങ്ങനെ തന്നെയാണ്? ഡി എൽ ആ സർക്കിളിലല്ലേ എടുക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡും ആ സർക്കിളിൽ അതേ ഡയറക്ഷനിലാണ്. നിങ്ങൾ ഇവിടെ ഡി എൽ എടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെയും ഇതേ ഡയറക്ഷനിലാണ്. ബിക്കോസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സർക്കുലേറ്റിംഗ് അല്ലേ, സർക്കിളായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുക്കുമ്പോൾ ഈ കോസ് 0 എന്ന് എഴുതാം. ബിക്കോസ് ബി ആൻഡ് ഡി എൽ ആർ പാരലൽ ഓർ അലോങ് ദ സെയിം ഡയറക്ഷൻ. ഞാൻ ഇങ്ങനെ എഴുതിക്കോട്ടെ, എന്ത് സിൻസ് എന്നാണ് അത് വായിക്കുക കേട്ടോ. ദെർഫോർ തിരിച്ചിട്ട് സിൻസ് ബി ഈസ് പാരലൽ ടു ഡി എൽ. ബിയും ഡി എല്ലും പാരലൽ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ 0 എഴുതിയത്. കോസ് 0 എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം, കോസ് 0 1 ആണ്. അപ്പം ക്ലോസ് ലൈൻ ഇന്റഗ്രൽ എ ബി എന്ന് എനിക്ക് കിട്ടുക, എ ബി അല്ലേ. ഇപ്പം എ ബി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എ ബി എന്നല്ല എഴുതേണ്ടത്, ഞാൻ എന്താ എഴുതേണ്ടത്? ഇവിടെ ബി ഡോട്ട് ഡി എൽ അല്ലേ നമ്മൾ കാണും. ഞാനിവിടെ എ ഡോട്ട് ബി ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ബി ഡോട്ട് ഡി എൽ അല്ലേ നമ്മൾ, എയും ബി എന്നുള്ള ഇവിടെ എന്താ ബിയും ഡി എല്ലും ആണ്. അപ്പം ഇവിടെ ബി ഡി എൽ എന്നാണ് ഞാൻ എഴുതേണ്ടത്, ബി ഡി എൽ. ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ബി ഡി എൽ കോസ് തീറ്റ, ബി ഡി എൽ കോസ് തീറ്റ. ഇവിടെ കോസ് 0 ആണ്. അപ്പം ബി ഡി എൽ എന്നാണ് ഞാൻ എഴുതേണ്ടത്, ബി ഡി എൽ എന്നാണ് എഴുതേണ്ടത്. കോസ് 0 എത്രയാ? 1 ആണ് അല്ലേ, കോസ് 0 1 ആണ്. അപ്പം ഇത് എന്താ കിട്ടുക നമുക്ക്? ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ ബി ഡി എൽ. ഇനി ഒരു കാര്യം നോക്കൂ, അപ്പോൾ നമ്മൾ ക്ലോസ്ഡ് ലൈൻ ബി ഡോട്ട് ഡി എൽ കണ്ടുപിടിക്കുകയാണ്. ആംബിയസിനോടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കുകയാണ്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കുക. ഇനി ഇവിടെ നോക്കൂ, നമ്മൾ ഈ ബി എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഈ വയറിലെ കറണ്ട് കൊണ്ടല്ലേ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്? അതെ, കറണ്ട് കൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അപ്പോൾ ഈ വയർ, ഈ ലൂപ്പ് സർക്കിൾ ലൂപ്പ് അല്ലേ. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ബി ആണെങ്കിൽ ഈ പോയിന്റിൽ എത്രയും മാഗ്നറ്റിക് ഫീൽഡ്? ഇതും സർക്കിളിലെ പോയിന്റ് തന്നെയല്ലേ, അവിടെയും ബി തന്നെയല്ലേ വരിക, കാരണം ഒരേ ദൂരല്ലേ. ഈ വയറിന്ന് ഈ സർക്കിൾ ലൂപ്പിലേക്ക് എല്ലായിടത്തേക്കും ഒരേ ദൂരമല്ലേ, എല്ലായിടത്തും ഒരേ ഫീൽഡാ. അപ്പോൾ ഫീൽഡ് കോൺസ്റ്റന്റാ. അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റികൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ബി ഇൻറ്റു ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ ഡി എൽ എന്നാണ് നമുക്ക് കിട്ടുക. ബി ഇൻറ്റു ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ ഡി എൽ എന്ന് കിട്ടുക. അപ്പോൾ ബി ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ ഡി എൽ എന്ത്? ഡി എല്ലിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ ക്ലോസ്ഡ് ലൂപ്പിൽ ഡി എല്ലിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡി എല്ലുകളെല്ലാം കൂട്ടുക, ഡി എല്ലുകളെല്ലാം ആഡ് ചെയ്യുക. ഈ ലൂപ്പിൽ ഡി എല്ലുകളെല്ലാം ആഡ് ചെയ്ത് എന്താ കിട്ടുക? ഈ ലൂപ്പിൽ ഡി എല്ലുകളെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ലൂപ്പിന്റെ ലെങ്ത് കിട്ടും. ലൂപ്പിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് കിട്ടും. സർക്കിളിന്റെ സർക്കംഫറൻസ്, 6 റേഡിയസ് ഉള്ള സർക്കിളിന്റെ സർക്കംഫറൻസ് എത്രയാ? 2πr ആണ്. അപ്പോൾ വി വിൽ ഗെറ്റ് ബി ഇൻറ്റു 2πr. ബി ഇൻറ്റു 2πr ആണ് നമുക്ക് എന്ത് കിട്ടിയത്? ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ. ആംബിയസ് ഡോട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി ഇൻറ്റു 2πr കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എത്രയാ? റൈറ്റ് ഹാൻഡ് സൈഡ് ഞാൻ എവിടെ എഴുതാം? റൈറ്റ് ഹാൻഡ് സൈഡ് എത്രയാ? μ0 I ആണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള കറണ്ട് എത്രയാ? I ആണ്. അപ്പോൾ റൈറ്റ് സൈഡ് ആംബിയസിനോട് എന്താ? μ0 I എന്നല്ലേ, നമ്മളങ്ങനെയല്ലേ കണ്ടേ? എന്താ ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ μ0 I. ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എല്ലിന് പകരം നമുക്ക് എന്ത് കിട്ടി? ബി ഇൻറ്റു 2πr കിട്ടി. റൈറ്റ് സൈഡ് μ0 ഇൻറ്റു I ആണ് കറണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബി കിട്ടും. അതിന്നാണ് നമുക്ക് ബി കിട്ടുക. ഡെറിവേഷൻ കഴിഞ്ഞു, മനസ്സിലായോ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ആംബിയസ് ലോ അല്ലെങ്കിൽ അപ്ലൈങ് ആംബിയസ് ലോ, ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു I അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ ഞാൻ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ, അത് അടുത്ത പേജിൽ ചെയ്യാം. ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എല്ലിന് വരെ എന്താ? ബി ഇൻറ്റു 2πr. അത് എത്രയാണെന്ന് പറഞ്ഞത്? μ0 I ആണ്. അപ്പോൾ ബി എത്രയാ? ബി കണ്ടുപിടിക്കൂ. ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2πr ഡിനോമിനേറ്ററിൽ കൊണ്ടുപോകണം. μ0 I/2πr കിട്ടിയില്ലേ? μ0 I/2πr കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഞാൻ കറക്റ്റായിട്ട് ഡെറിവേഷൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്നാണ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ സ്റ്റെപ്പും ഉണ്ട്. എന്തുകൊണ്ടാണ് ബി പുറത്തെടുത്ത്? ബി കോൺസ്റ്റന്റ് ആണ്. ആംബീരിയൻ ലൂപ്പിൽ ബി കോൺസ്റ്റന്റ് ആണ്. ബി ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ ചെയ്യുമ്പോൾ 2πr കിട്ടുക. കൃത്യമായിട്ട് എല്ലാ സ്റ്റെപ്പുകളും ഉണ്ട്.
അത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ബി ഇൻറ്റു 2πr ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ, ബി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ബൈ 2πr. കണ്ടാ, ഫൈൻ ദി ഇക്വേഷൻ കിട്ടി. ബൈ ഹാർട്ട് ചെയ്യണം, ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം. ഇത് വെച്ച് പ്രോബ്ലം ഒക്കെ ചോദിക്കാവുന്ന ഇക്വേഷനാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഇത് വെച്ചിട്ട് ചെയ്യാം. മ്യൂ സീറോയുടെ വാല്യൂ നമുക്കറിയാം. മ്യൂ സീറോ എത്രയാണ്? 4π ഇൻറ്റു 10⁻⁻⁷. 4π×10⁻⁷. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെയല്ലേ കറണ്ട് ഇങ്ങനെ ഒഴുകുന്നു. എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ മനസ്സിലാക്കിയത്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. അത് ഇഷ്ടത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ പറയുന്നതാണ്. മനസ്സിലായി? ഇവിടെ ഒരാൾക്ക് സംശയം വരാം, ഇങ്ങനെ കറണ്ട് മുകളിലേക്ക് ഒഴുകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ വരച്ച പോലെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് വരുമോ? മനസ്സിലായി? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരുമോ, ക്ലോക്ക് വൈസ് ആയിട്ട് വരുമോ? ഇതാണോ കറക്റ്റ്, ഇതാണോ കറക്റ്റ് എന്നൊരു സംശയം വരാം. ഞാൻ പറയട്ടെ, ഇതാണ് കറക്റ്റ്, ഇത് തെറ്റാണ്. മനസ്സിലായോ? സർക്കുലർ ആണ്, പക്ഷെ എങ്ങനെ വരയ്ക്കണം? കറണ്ട് മുകളിലേക്കാണെങ്കിൽ ഇങ്ങനെ എന്താ വരിക? ആൻറ്റി ക്ലോക്ക് വൈസ് വരിക. അത് പറയുന്നതാണ് നമുക്ക് ഡയറക്ഷൻ. അതാണ് ഈ ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ യു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ സ്ട്രെയിറ്റ് കറണ്ട് കാര്യം വരും. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡാണ്. മ്യൂ സീറോ ഐ ബൈ 2πr. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. 2πr ആ ഡിസ്റ്റൻസ് അകലെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡാണ്. ഹൗ ക്യാൻ യു ഫൈൻഡ് ദ ഡയറക്ഷൻ? മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ. ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? അതിനാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറയാം. എന്താ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ? നിങ്ങൾ കറണ്ട് കാര്യം കണ്ടക്ടർ ഇങ്ങനെ കയ്യിൽ പിടിക്കുക എന്ന് വിചാരിക്കുക. സപ്പോസ് യു ഗ്രാസ്പ് ദ കറണ്ട് കാര്യം കണ്ടക്ടർ ഇൻ യുവർ റൈറ്റ് ഹാൻഡ്. കറണ്ട് കാര്യം കണ്ടക്ടർ നിങ്ങൾ ഇങ്ങനെ പെണ്ണ് പിടിക്കുന്ന പോലെ കയ്യിൽ പിടിക്കുക എന്ന് വിചാരിക്കൂ. നിങ്ങളുടെ തമ്പ് മുകളിലേക്കാണ് നിൽക്കുന്നത്. മുകളിലേക്ക് മീൻസ് കറണ്ടിന്റെ ഡയറക്ഷനിൽ നിൽക്കണം. കറണ്ട് താഴേക്കാണെങ്കിൽ തമ്പ് താഴേക്ക് നിൽക്കണം. ഓക്കെ, അപ്പൊ തമ്പ് കറണ്ട് ഡയറക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ പോയിന്റ് ചെയ്ത് ഇത് പിടിക്കുമ്പോൾ ഫിംഗേഴ്സ് എങ്ങോട്ടാണ് കേൾ ചെയ്യുന്നത്? അല്ലെ, ഫിംഗേഴ്സ് ഇങ്ങനെ കേളിയല്ലേ, വളഞ്ഞു നിൽക്കല്ലേ, കർവ് വളഞ്ഞു നിൽക്കല്ലേ. അപ്പോൾ ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന ഡയറക്ഷനിലാണ് എന്ത് വരിക? ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ കറണ്ട് ഡയറക്ഷനിൽ തമ്പ് വരാൻ പാകത്തിന് കറണ്ട് കാര്യം കണ്ടക്ടറിനെ ഇങ്ങനെ ഗ്രാസ്പ് ചെയ്യാണ്. ഗ്രാസ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? താഴെ പോകാത്ത രീതിയിൽ ഇങ്ങനെ പിടിക്കുക. മനസ്സിലായി? റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറയാം. അപ്പോൾ തമ്പിന്റെ ഡയറക്ഷനിൽ കറണ്ട്, കേൾഡ് ഫിംഗേഴ്സ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ്. ഒന്ന് വായിച്ചു നോക്കൂ. ദ ഡയറക്ഷൻ ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്താ? ഇഫ് യു ഗ്രാസ്പ് ദി കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ ദ റൈറ്റ് ഹാൻഡ് ശ്രദ്ധിക്കണം, വിത്ത് ദ തമ്പ് ഗിവിംഗ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, then the curled fingers will give the direction of magnetic field. തമ്പ് കറണ്ട് ഡയറക്ഷനിൽ പിടിച്ചാൽ കേൾഡ് ഫിംഗേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ തരും. അപ്പൊ നമുക്ക് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ സംശയം വരില്ല. അതിനാണ് എന്തുള്ളത്? ഗ്രിപ്പ് റൂള്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് വയറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചു. മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടിയത് എത്രയാ? മ്യൂ സീറോ ഐ ബൈ 2πr. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാ? ഇറ്റ് ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂള്. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്താണെന്ന് പഠിച്ചു? തമ്പ് കറണ്ട് ഡയറക്ഷനിൽ വരാൻ തക്കവിധം നമ്മൾ സ്ട്രെയിറ്റ് വയറിനെ, കറണ്ട് കാരിങ് വയറിനെ ഗ്രാസ്പ് ചെയ്യുകയാണെങ്കിൽ കേൾഡ് ഫിംഗേഴ്സ് തരുന്നതാണ്. ആ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. ഇനി രണ്ടാമത്തെ അപ്ലിക്കേഷനാണ് സോളിനോയിഡ്. സോളിനോയിഡ് ഞാൻ നേരത്തെ പറഞ്ഞ ഡെറിവേഷൻ ഒന്നും വേണ്ട. ആദ്യം എന്താ സോളിനോയിഡ് എന്ന് നോക്കൂ. എ സോളിനോയിഡ് ഈസ് എ ലോങ് ഇൻസുലേറ്റഡ് വയർ wound closely in the form of a helix where the neighboring turns are closely spaced. നമുക്ക് ഒരു ഇൻസുലേറ്റഡ് വയർ, സാധാരണ കോപ്പർ വയർ എന്ന് പറയാം നമുക്ക്. കോപ്പർ വയർ അതിങ്ങനെ വളരെ അടുത്ത് വരത്തക്കത് ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ്. കോപ്പർ വയർ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ്. മനസ്സിലായോ? നിങ്ങൾ കോപ്പർ വയറിനെ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ്. അതിന് ഇൻസുലേഷൻ ഉള്ള വയറാണ് കേട്ടോ. കോപ്പർ വയർ, ഇൻസുലേഷൻ ഉള്ള കോപ്പർ വയർ എന്ത് ചെയ്യുക? ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ്. വളരെ അടുത്ത് കേട്ടോ. എന്തെങ്കിലും ഒരു കോറ് വെച്ചിട്ട് ഒരു പൈപ്പൊക്കെ വെച്ചിട്ട് ചുറ്റിയെടുക്കണം. വളരെ അടുത്ത് ചുറ്റിയെടുത്താലാണ് അത് ഹെലിക്സ് എന്ന് പറയും. ഷേപ്പിനെ ഹെലിക്സ്, സ്പ്രിങ്ങിന്റെ ഷേപ്പ് അല്ലേ ഹെലിക്സ് എന്ന് പറയാം. സാധാരണ പൈപ്പൊക്കെ വെച്ച് വളരെ അടുത്ത്, ഇങ്ങനെ ഞാൻ വരച്ച പോലെ ഒന്നല്ല, വളരെ അടുത്ത് ചുറ്റിയെടുക്കുക. അപ്പൊ അതിനെയാണ് അതാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത് സോളിനോയിഡ്. ഈ സോളിനോയിഡിന്റെ പ്രത്യേകത എന്താ അറിയോ? സോളിനോയിഡിന്റെ പ്രത്യേകത വെച്ചാൽ സോളിനോയിഡിൽ കൂടെ കറണ്ട് ഒഴുകുമ്പോൾ അതൊരു ബാർ മാഗ്നറ്റ് പോലെയോ. മനസ്സിലായോ? വെൻ സോളിനോയിഡ് മനസ്സിലായില്ലേ? ഇൻസുലേറ്റഡ് കോപ്പർ വയർ wound closely in the form of a helix എന്നോ സിലിണ്ടർ എന്നോ പറയാം നിങ്ങൾക്ക്. മനസ്സിലായോ? സോളിനോയിഡ് ഈസ് എ ലോങ് ഇൻസുലേറ്റഡ് വയർ wound in the form of a വൈൻഡി എന്ന് പറയുന്നത് ചുറ്റും അല്ലേ, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് wound in the form of a helix. ഹെലിക്കൽ ഷേപ്പ്, സ്പ്രിങ്ങിന്റെ ഷേപ്പിനാണ് ഹെലിക്സ് എന്ന് പറയാം. സ്പ്രിങ്ങിന്റെ ഷേപ്പ്, സ്പ്രിങ് നമ്മൾ പേനയിലേക്ക് സ്പ്രിങ് ഇല്ലേ, നമ്മൾ ഞെക്കുന്ന പേനയില് സ്പ്രിങ്, അതിന്റെ ഷേപ്പ്, സ്പ്രിങ്ങിന്റെ ഷേപ്പ്.
വേർ ദ നൈബറിംഗ് ടേൺസ് ആർ ക്ലോസ്ലി സ്പേസ്ഡ്, അടുത്തടുത്ത് വരണം, എന്നാലാണ് ഇതൊരു സോളിനോയിഡ്, എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളതുകൊണ്ട്. അകലെ ചുറ്റിക്കൊണ്ട് കാര്യമായ ഗുണമല്ല. ഈ സോളിനോയിഡിൽ കൂടെ കറണ്ട് ഒഴുകുമ്പോൾ ഇതൊരു ബാർ മാഗ്നറ്റ് ആവും, ബാർ മാഗ്നറ്റ് പോലെയാവും. ഒരറ്റം നോർത്ത് ആവും, മറ്റേറ്റം സൗത്ത് ആവും. വെൻ കറണ്ട് ഫ്ലോസ് ടു ദ സോളിനോയിഡ് ഇറ്റ് ബിഹേവ്സ് ആസ് എ ബാർ മാഗ്നറ്റ്, ഒരു ബാർ മാഗ്നറ്റിന്റെ ഫീൽഡ് പോലെയാണ്. ഫോർ എ ലോങ് സോളിനോയിഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് ഈസ് നിയർലി സീറോ. ഇതിന്റെ ഫീൽഡ്, പുറത്തുള്ള ഫീൽഡ് ഏതാണ്ടൊക്കെ പൂജ്യമാണ്, ഭയങ്കര കുറവാണ്. പക്ഷെ ഉള്ളിൽ ഫീൽഡ് ഉണ്ട്. ഈ സെൻട്രലിലുള്ള ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഞാൻ എഴുതാം. μ0 Ni ആണ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ. ഇത് ഡിറൈവ് ചെയ്യാൻ പറ്റും ആംബിയൻസിൽ വെച്ചിട്ട്, പക്ഷെ ഡെറിവേഷൻ നമ്മുടെ NCERT-യിൽ ഇപ്രാവശ്യം വേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. μ0 Ni. ഈ n എന്താന്ന് നിങ്ങൾക്ക് സംശയമാണ്. n എന്താ വെച്ചാൽ ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് അല്ല, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിനെ ഇതിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താണ് n. ഇപ്പോൾ വിചാരിക്കും 5000 ടേൺസ് ഉണ്ട് വയ്ക്കും, 5000 ടേൺസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയാം. ഇതിന്റെ ലെങ്ത് എന്നുള്ളത് 2.5 മീറ്റർ ആണെന്നിരിക്കും. അപ്പോൾ n/l നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 5000 ഡിവൈഡ് ബൈ 2.5, ഇത് ഡിവൈഡ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്താ കിട്ടുക? 2000 കിട്ടുക. 2000 ആണ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 മീറ്ററിലുള്ള ടേൺസിന്റെ എണ്ണം. നമ്പർ ഓഫ് ടേൺസ് പെർ 2000 പെർ മീറ്റർ എന്നാണ്. പെർ മീറ്റർ ഇൻവേഴ്സ് എഴുതിയാൽ മതി. പെർ മീറ്റർ അതാണ് അതിൻ്റെ ഉണ്ടോ, മനസ്സിലായി? നമ്പർ ഓഫ് ടേൺസ് പെർ. അപ്പം സോളിനോയിഡിന്റെ സെൻട്രലിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? μ0 Ni ആണ്. വേറെ n is the number of turns per unit length. n is the number of turns. ഓക്കെ. ഇനി സോളിനോയിഡിന്റെ ഫീൽഡ് ഉണ്ടല്ലോ, സോളിനോയിഡ് ഫീൽഡ് ബാർ മാഗ്നറ്റിന്റെ ഫീൽഡ് പോലെയാന്ന് പറഞ്ഞില്ല നമ്മള്. ഉള്ളിലെ ഫീൽഡൊക്കെ ആക്സിസിന് ഓൾമോസ്റ്റ് പാരലാണ്. ഈ പാരലാകുമ്പോൾ നമ്മൾ എന്താ വിളിക്കുക ആ ഫീൽഡിനെ? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുക അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും പാരലാണെങ്കിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, അതേപോലെ പാരലാണ്. അപ്പോൾ ഉള്ളിലെ ഫീൽഡ് ഏകദേശം കോൺസ്റ്റന്റ് ആണ് ലോങ് സോളിനോയിഡ് ആണെങ്കിൽ. സെൻറ്ററിലെ ഫീൽഡ് നമ്മൾ എഴുതിയിട്ടില്ല, എഡ്ജിലേക്ക് പോകുമ്പോൾ ഫീൽഡ് കുറച്ച് കുറയും. അതുകൊണ്ടാണ് ഈ ഫീൽഡ് ലൈൻസ് ബെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫീൽഡ് ലൈൻസ് വരയ്ക്കാനും നിങ്ങൾക്ക് പഠിക്കാം, മനസ്സിലായോ? ഫീൽഡ് ലൈൻസ് വരയ്ക്കാനും പഠിക്കാം. ഈ പുറത്തെ ഫീൽഡ് കണ്ട ഇങ്ങനെ ലൂപ്പ് ഫോം ചെയ്യുന്ന കണ്ട, ഇങ്ങനെ ലൂപ്പ് ഫോം ചെയ്യും, മനസ്സിലായോ? ഇത് വരച്ചനുസരിച്ച് ഈ ഫീൽഡ് നമുക്ക് പറയാം, ഇത് നോർത്ത് പോളാണ് സോളിനോയിഡ്, ഇത് സൗത്ത് പോളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഫീൽഡ് ഇവിടെ നോർത്ത് നിന്ന് പുറത്തേക്ക് പോകും, സൗത്ത് നിന്ന് ഇങ്ങനെ എൻഡ് ചെയ്ത് കംപ്ലീറ്റ് ആവും. ഇങ്ങനെ കണ്ട നോർത്ത് പോൾ. അപ്പോൾ ഇതിലേ അപ്പോൾ സോളിനോയിഡ് എന്താണെന്ന് മനസ്സിലായി? ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ വളരെ അടുപ്പിച്ച് ചുറ്റി ഒരു ഹെലിക്സ് പോലെ അല്ലെങ്കിൽ സിലിണ്ടർ പോലെ ആക്കി എടുത്തിട്ടുള്ളതാണ് എന്ത്? ഇൻസുലേറ്റർ വയർ. അപ്പോൾ അതുകൊണ്ട് മുട്ടിയോണ്ട് കുഴപ്പമില്ല, എത്ര അടുത്ത് വേണമെങ്കിലും ചുറ്റാം. അപ്പോൾ ഈ സോളിനോയിഡിന്റെ ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. μ0 Ni N/L ആണ്. ഈ സ്മോൾ n എന്താ? N/L ആണ്. എന്താ? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അത് നമ്മൾ പഠിച്ചു. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ സോളിനോയിഡ്, അത് പഠിച്ചു. ഏതാണ്ട് യൂണിഫോം ഫീൽഡ് ആക്സിസിന് പാരലാന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി സോളിനോയിഡിന്റെ പൊളാരിറ്റി നമ്മൾ പറഞ്ഞില്ലേ, ഏതറ്റാണ് നോർത്ത് ഏതറ്റാണ് സൗത്ത്? നമ്മൾ ബാർ മാഗ്നറ്റ് പോലെയാന്ന് പറഞ്ഞില്ലേ. എന്താ ഈ ബാർ മാഗ്നറ്റിന്റെ പ്രത്യേകത? ബാർ മാഗ്നറ്റിന്റെ പ്രത്യേകത എന്താ? ഒരറ്റം നോർത്ത് പോളാണ്, മറ്റേറ്റം സൗത്ത് പോളാണ്, അതല്ലേ ബാർ മാഗ്നറ്റ്. അപ്പൊ സോളിനോയിഡ് ബാർ മാഗ്നറ്റ് പോലെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? സോളിനോയിഡ് ഒരു അറ്റം നോർത്താണോ മറ്റേറ്റം സൗത്ത് ആണോ? ഞാൻ സോളിനോയിഡ് വരച്ചൊന്നും ശരിയായിട്ടില്ല, എങ്കിലും നിങ്ങളിത് വിചാരിക്കും. സോളിനോയിഡിന്റെ ഒരറ്റം നോർത്തും സൗത്തും. അതെങ്ങനെയാണ് മനസ്സിലാക്കാന്ന് വെച്ചാൽ ഈ കറണ്ടിന്റെ ഡയറക്ഷൻ ഒരറ്റത്ത് ക്ലോക്ക് വൈസ് ആണെന്നായിരിക്കും. ക്ലോക്ക് വൈസ് ഇപ്പം ഞാൻ വരച്ചനുസരിച്ച് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് സൗത്ത് പോൾ ആയിരിക്കും, മനസ്സിലായോ? ഒരറ്റത്ത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റേറ്റത്ത് ആന്റി ക്ലോക്ക് വൈസ് ആവും. അതെന്താ വെച്ചാൽ നമ്മൾ നോക്കുന്നതനുസരിച്ചാണ്. നിങ്ങൾ സോളിനോയിഡിന്റെ ഒരറ്റത്ത് നോക്കാന്ന് പറഞ്ഞാൽ നോക്കി കാണാന്നല്ല അർത്ഥമല്ല, ഗാലനോമീറ്റർ വെച്ച് നോക്കേണ്ടി വരും. അപ്പൊ കറണ്ട് ഡയറക്ഷൻ ഒരറ്റത്ത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആയിട്ട് കറണ്ട് ഒഴുകുന്ന അറ്റത്തത് സൗത്ത് പോൾ ആയിരിക്കും. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് ആയിരിക്കും. ഓക്കെ. അപ്പൊ കറണ്ട് ഇങ്ങനെ ഒഴുകി പോകുന്നില്ലേ? സോളിനോയിഡ് ഒരാൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ, മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ ഈ സൈഡ് നോക്കുമ്പോൾ അത് ക്ലോക്ക് വൈസ് ആയിട്ട് തോന്നണമായിരിക്കും. അങ്ങനെയാണ് അപ്പർ സൈഡിലത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പർ സൈഡിൽ നോക്കുന്ന ആൾക്ക് ആന്റി ക്ലോക്ക് വൈസ് അറിയാം, അത്രേ ഉള്ളൂ. കറണ്ട് ഒരു ഡയറക്ഷനിലാണ് ഒഴുകുന്നത്, പക്ഷെ നമ്മൾ നോക്കുന്ന എൻഡ് അനുസരിച്ച് അത് മാറില്ല. അപ്പൊ നമ്മൾ നോക്കുന്ന എൻഡിൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമുക്ക് പറയാം സൗത്ത് പോളാണ്, അല്ല ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പോളാന്ന് പറയാം. ഒരു പോള് നോർത്ത് ആണെങ്കിൽ മറ്റേ പോൾ എന്തായിരിക്കണം? സൗത്ത് ആയിരിക്കണം.
അപ്പം ഇത് ഓർത്ത് വെക്കാനാണ് നമ്മൾ ഈ എസും എന്നും ഉപയോഗിക്കുന്നത്. മനസ്സിലായി? അപ്പം നോർത്ത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഈ നോർത്ത്. അപ്പം ഈ എന്ന് നമ്മൾ ഇങ്ങനെ വരയ്ക്കുക, എന്ന് കുറച്ച് സ്റ്റൈലാക്കി ഇങ്ങനെ വരയ്ക്കുക. ഈ ഡയറക്ഷൻ നോക്കിയേ, കണ്ട ഈ ടിപ്പുകൾ തരുന്ന ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ അത് ആൻറ്റി ക്ലോക്ക് വൈസാണ്. അപ്പം എന്നും ആൻറ്റി ക്ലോക്ക് വൈസ് ഓർത്ത് വെക്കാൻ വേണ്ടി. അതുപോലെ സൗത്ത് എന്ന് പറഞ്ഞാൽ എസ് അല്ലേ, എസ് നമ്മൾ കുറച്ച് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. കണ്ട എസ് കാണിക്കുന്ന ഡയറക്ഷൻ ഏതാ? എസ് എന്നുള്ള ലെറ്റർ കാണിക്കുന്ന ഡയറക്ഷൻ ക്ലോക്ക് വൈസാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, ക്ലോക്ക് തിരിയുന്ന ഡയറക്ഷനാണ്. ഇത് ക്ലോക്ക് തിരിയുന്നതിന് ഓപ്പോസിറ്റാണ്, ആൻറ്റി ക്ലോക്ക് വൈസാണ്. നോർത്ത് ആൻറ്റി ക്ലോക്ക് വൈസാണ് കാണിക്കുന്നത്. അപ്പം എങ്ങനെ സോളിനോയിഡ് പൊളാരിറ്റി കണ്ടുപിടിക്കുക? ക്വസ്റ്റ്യൻ ഇതാ, ഹൗ വിൽ യു ഫൈൻഡ് ദിസ് പൊളാരിറ്റി ഓഫ് എ കറണ്ട് ക്യാരി സോളിനോയിഡ്? അപ്പോൾ നമ്മൾ എന്താ പറയണത്? സോളിനോയിഡ് ഒരറ്റത്ത് നോക്കുമ്പോൾ ആ അറ്റത്തിൽ കറണ്ട് ക്ലോക്ക് വൈസ് ആണ് ഈ സൗത്ത് പോൾ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഈ നോർത്ത് പോൾ. നമുക്കൊന്ന് വായിച്ചു നോക്കൂ. ഇഫ് ദ കറണ്ട് അറ്റ് വൺ എൻഡ് ഓഫ് എ സോളിനോയിഡ് ഈസ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇറ്റ് വിൽ ബി ദ നോർത്ത് പോൾ. ആൻഡ് ഇഫ് ദ കറണ്ട് ഈസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇറ്റ് വിൽ ബി ദ സൗത്ത് പോൾ. മനസ്സിലായോ? അപ്പോൾ സോളിനോയിഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു, ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചു. മാഗ്നറ്റിക്. ഇനി സോളിനോയിഡ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മളിവിടെ പറഞ്ഞില്ലേ, നമ്മളോട് ചോദിക്കുകയാണ് ഹൗ ക്യാൻ യു ഇൻക്രീസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സോളിനോയിഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ സോളിനോയിഡ്. സോളിനോയിഡ് ഫീൽഡ് എങ്ങനെ കൂട്ടാം? അത് നമുക്ക് ഇക്വേഷൻ നോക്കി പറഞ്ഞാൽ മതി. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് കൂട്ടുക. നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ പോരാ കേട്ടോ, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് തന്നെ പറയണം, സ്മോൾ എന്നല്ലേ. കറണ്ട് കൂട്ടുക. പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതെന്താ കാണിക്കുന്നത്? മ്യൂസീറോ കാണിക്കുന്നത് എയറിന്റെ അല്ലെങ്കിൽ വാക്യൂത്തിന്റെ പെർമിയബിലിറ്റിയാണ്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. എയർ ആയാലും ഇത് തന്നെയാണ് പെർമിയബിലിറ്റി. അതെങ്ങനെ കൂട്ടാൻ പറ്റുക? വാക്യൂത്തിന്റെ പെർമിയബിലിറ്റി അല്ലെങ്കിൽ എയറിന്റെ പെർമിയബിലിറ്റി നമുക്ക് കൂട്ടാൻ പറ്റില്ല, പക്ഷെ മീഡിയം മാറ്റാൻ പറ്റും. അതിന് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു സോഫ്റ്റ് എയർ സിലിണ്ടർ ഒക്കെ എടുക്കും. സോഫ്റ്റ് എയർ അയേണിന്റെ സിലിണ്ടർ എടുക്കും. സോഫ്റ്റ് അയേണിന് ഭയങ്കര കൂടുതലാണ്. ഏത്? പെർമിയബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ മ്യൂസീറോ എന്നല്ല എഴുതാം, മ്യൂന്ന് എഴുതാം. ഈ മ്യൂനെ വേണമെങ്കിൽ നമുക്ക് മ്യൂസീറോ മ്യൂ ആർ എന്ന് വേണമെങ്കിൽ എഴുതാം. ഈ മ്യൂ ആറിന് എന്താ വിളിക്കാന്നറിയോ? മ്യൂ ആർ എന്താ നിങ്ങൾക്ക് ആ ഇക്വേഷൻ തന്നെ മനസ്സിലായി. മ്യൂ ആർ എന്താ? മ്യൂ ബൈ മ്യൂസീറോ ആണ്. ഇതിനെ നമ്മൾ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് വിളിക്കാം. റിലേറ്റീവ് പെർമിയബിലിറ്റി. ഇതേപോലെ ഒരെണ്ണം നമ്മൾ പഠിച്ചില്ലേ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പോൾ? അവിടെ എന്താ പഠിച്ചത്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ഡിവൈഡ് ബൈ വാക്യൂത്തിന്റെ പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ എയറിന്റെ പെർമിറ്റിവിറ്റി. അതിനെന്ത് വിളിക്കാം? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇവിടെ റിലേറ്റീവ് പെർമിയബിലിറ്റി, മാഗ്നറ്റിക്സിലേക്ക് വരുമ്പോൾ ആ കോൺസ്റ്റന്റ് പെർമിയബിലിറ്റി എന്ന് വിളിക്കാം. അപ്പോൾ സോഫ്റ്റ് എയറിന് പെർമിയബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മൾ വെറുതെ പൊള്ളയായിട്ടുള്ള സോളിനോട് ഉപയോഗിക്കുന്നതിന് പകരം സോഫ്റ്റ് എയർ സിലിണ്ടർ, ഇത് ഹോളോ അല്ല കേട്ടോ, ഇപ്പോൾ വെറും ഒരു പൈപ്പല്ല, ഒരു സോഫ്റ്റ് എയർ സിലിണ്ടർ എടുക്കുകയാണ്. അതിൽ നമ്മൾ എന്ത് ചുറ്റുക? സോളിനോട് ചുറ്റുക. ഓക്കെ. അപ്പോൾ സാധാരണ എങ്ങനെ ചെയ്യുക? സോളിനോട് ഇങ്ങനെ ഒരു സോഫ്റ്റ് എയർ സിലിണ്ടറിൽ ചുറ്റുക, വളരെ അടുപ്പിച്ച് ചുറ്റുക. നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണല്ലോ അല്ലേ, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് ടേൺസ് വേണം. അപ്പം ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു മാഗ്നറ്റ് പോലെ അത് ആക്ട് ചെയ്യും. ഇങ്ങനെ ഉപയോഗിക്കുന്നതിനെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കുക. ഇലക്ട്രോ മാഗ്നറ്റ് നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ടാവുന്നത്. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയും. ഇലക്ട്രോ മാഗ്നറ്റ് സോളിനോട് ഒരു സോഫ്റ്റ് ആൻഡ് കോറിൽ സോളിനോട് ചുറ്റിയെടുത്താൽ നല്ല മാഗ്നറ്റിക് പവർ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കാം. എന്ത് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കാൻ കാരണം? കറണ്ട് കൊടുക്കുമ്പോൾ അതിന് മാഗ്നറ്റിസം കിട്ടും. കറണ്ട് കൊണ്ടുള്ള മാഗ്നറ്റിസം ആണ്, പെർമനന്റ് മാഗ്നറ്റ് അല്ല. സ്റ്റീലും അൽനിക്കൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റും. സാധാരണ നമ്മൾ സ്പീക്കറിലൊക്കെ ഉള്ള കാന്തം പെർമനന്റ് മാഗ്നറ്റാണ്. ഇത് കറണ്ട് കൊടുക്കുമ്പോഴുള്ള മാഗ്നറ്റിസം. ഇതിന് വലിയ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. വലിയ സോളിനോയിഡുകൾക്ക് വലിയ മാഗ്നറ്റിക് ഫീൽഡ്, വളരെ ആപ്ലിക്കേഷനുള്ള ഒരു ഡിവൈസാണ് ഇലക്ട്രോമാഗ്നറ്റ്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഹൗ ക്യാൻ വി ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ്? ആൻസർ ഒന്ന് നോക്കൂ. ഹൗ ക്യാൻ യു ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ്? ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അവിടെ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ടേൺസ് എഴുതിയത് പെർഫെക്റ്റ് ആവില്ല കേട്ടോ, അതിലൊരു തെറ്റ് വരും. നമ്പർ ഓഫ് ടേൺസ് ലെങ്ത്, നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, ലെങ്ത് കൂടുതലാണെങ്കിൽ ഫീൽഡ് കുറയും. നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, ലെങ്ത് കുറയണം, അടുപ്പിച്ച് ചുറ്റണം. അപ്പോൾ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് തന്നെ പറയണം. ഇൻക്രീസിങ് ദ കറണ്ട്, ഇൻസെർട്ടിങ് എ സോഫ്റ്റ് ആൻഡ് കോർ ഇൻ ടു സോളിനോയിഡ്. സോഫ്റ്റ് ആൻഡ് കോർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, അങ്ങനെ. അപ്പോൾ നോക്കൂ, നമ്മൾ ആംബിയൻസിൽ വളരെ കൃത്യമായിട്ട് പഠിച്ചു. പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നോട്ട്സും നിങ്ങൾക്ക് കിട്ടി.
ആംബിയസ് ലോ എന്താ പഠിച്ചേ? ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ക്ലോസ്ഡ് പാത്ത് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്. പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? പിന്നെ നമ്മൾ ആംബിയസ് ലോയുടെ അപ്ലിക്കേഷൻ അല്ലേ? സ്ട്രേറ്റ് വയറിൻ്റെ ഫീൽഡ് നമുക്ക് എങ്ങനെ കിട്ടി? ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തു μ0 I by 2πr എന്ന് കിട്ടി അല്ലേ? 2πr കിട്ടി. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കിട്ടിയത്? റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ വെച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു. സോളിനോയിഡിൻ്റെ ഫീൽഡ് നമ്മൾ ഡിറൈവ് ചെയ്തില്ല, പക്ഷേ ഇക്വേഷൻ നമ്മൾ പഠിച്ചു B = μ0 Ni അല്ലേ? സോളിനോയിഡ് സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ പഠിച്ചു. മനസ്സിലായി? അതിൻ്റെ ഡയറക്ഷൻ കാണാൻ ഒക്കെ പഠിച്ചു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ആംബിയസ് ലോയുടെ പാർട്ടിലുള്ളത്. നമുക്ക് അടുത്തൊരു ലെക്ചറിൽ വേറൊരു ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.